മെക്കാനിക്കലി ഇതും അടിപൊളി, മെക്കാനിക്കലൊക്കെ അടിപൊളിയാണ്. ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ പറഞ്ഞ റേറ്റിനൊന്നും പോയി പാർട്ടിക്കാർ അന്വേഷിച്ചോട്ടെ. കേരളത്തിൽ നിന്നല്ല, ഇപ്പൊ ഡൽഹിയിലും കിട്ടാത്ത പ്രൈസ് ആയിട്ടുണ്ട്. പ്രയാസമാണ്. ഇത് ഇപ്പൊ ലോട്ട് വന്നിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ മൊത്തത്തിൽ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയാലേ ആ കസ്റ്റമർക്ക് ചെക്ക് ഇൻ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ഗിയർ ബോക്സ്, എഞ്ചിൻ 2011 4x4 മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. ഇതുവരെ നമ്മൾ ഓട്ടോമാറ്റിക് കണ്ടത്. ഇത് 4x4 ആണ് വണ്ടി. വണ്ടി 2014 ഒറിജിനൽ കേരളയാണ് വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ മാർക്കറ്റ് ഇപ്പം ആർക്കും OLX ഉള്ളതുകൊണ്ട് അടിച്ചു നോക്കിയാൽ കിട്ടും. നമ്മൾ ഓഫർ തന്നെ, നമുക്ക് എല്ലാ വണ്ടി ഇപ്രാവശ്യം ഓഫറാണ്. ലാസ്റ്റ് എന്താ ഉള്ള തീരണ്ടേ? ലോൺ ക്ലോസ് ചെയ്യുക, ലോൺ ക്ലോസ് ചെയ്തിട്ട് വണ്ടി കൊടുക്കുക. വണ്ടി അവിടെ നിന്ന് നോക്കുമ്പോൾ ഓക്കെ, NOC ഇഷ്യൂ ഒക്കെ ആവും. എല്ലാം NOC പെട്ടെന്ന് ഇഷ്യൂ ആവും. 3-4 ദിവസം കൊണ്ട് NOC ഇഷ്യൂ ആവും. NOC ഇഷ്യൂ ആയ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. മനസ്സിലായോ? എന്നിട്ട് ആ വണ്ടിയിൽ പോകുന്ന 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് ആ NOC ക്ലോസ് ആവും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ റോബോട്ടിക് കാസിലാണുള്ളത്. പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ? അതാ ഫോർച്യൂണറുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഒരു 8-9 ഫോർച്യൂണർ ഏകദേശം ഉണ്ടല്ലേ? 9 ഫോർച്യൂണർ ഉണ്ട്, പോരാത്തൊരു 9 ഫോർച്യൂണർ കയറാനുണ്ട്. അതേപോലെ തന്നെ ക്രിസ്റ്റകൾ കയറാനുണ്ട്. ഒരുപാട് വണ്ടികൾ പ്രാവശ്യം കയറാൻ. അതേപോലെ ഇലക്ട്രിക് വണ്ടിയാണ് അല്ലേ? ഇലക്ട്രിക് വണ്ടിന്റെ ഒരു കളി വരുന്നുണ്ട് ഇവിടെ. അത് 3 പാർട്ടായിട്ട് എടുക്കേണ്ടി വരും. 3 പാർട്ടായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ക്രിസ്റ്റകൾ സെപ്പറേറ്റ്. ഇതെല്ലാം സ്പെഷ്യൽ റേറ്റിലാണ്, വെറുതെ ചെയ്യുന്നതല്ല. സ്പെഷ്യൽ റേറ്റുള്ള വാഹനങ്ങളാണ്. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന 1-2 ഫോർച്യൂണറിലെ നല്ല വിലക്ക് പൊട്ടിച്ചു കൊടുത്ത് അതേപോലത്തെ 8-9 വണ്ടികളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് അല്ലേ? ഓക്കെ, സ്പെഷ്യൽ റേറ്റ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫോർച്യൂണർ മാത്രമല്ല, ഹോണ്ട സിറ്റി, പ്രീമിയം വാഹനങ്ങൾ ഒക്കെ തന്നെ ലഭ്യമാണ്. എങ്ങനെ ഡീറ്റെയിൽ കാണാം. ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ചീനിക്കലാണ്. കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ ചീനിക്കലിലാണ് വരുന്നത്. മലപ്പുറം കോഴിക്കോട് നിന്ന് വരുമ്പോൾ മലപ്പുറം എത്തുന്നതിന് മുന്നേ അത്രേ ഉള്ളൂ. ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയുണ്ട്, കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയുണ്ട്. എല്ലാം എവിടെ വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം, അങ്ങനത്തെ വണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു UP രജിസ്ട്രേഷൻ ഫോർച്യൂണറിൽ തുടങ്ങാം. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് നമ്മൾ ഓഫർ വണ്ടിയാണ്. 2014 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. 2014 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. ഇതിന് മുന്നേ നമ്മളെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മളിത് എത്രക്കാണ് ഓഫർ കൊടുത്തിരുന്നത്. അന്ന് 10,75,000. ആ പ്രൈസിൽ തന്നെ നമ്മൾ വണ്ടി കൊടുക്കും. 10,75,000 റുപ്യക്ക് വന്ന കണ്ടീഷനാണ് വണ്ടി. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന വണ്ടിയാണ്. ഡൽഹി പ്രൈസ് ആണ്. ഈ പ്രൈസിന് ഇപ്പൊ ഡൽഹിയിലും കിട്ടാതായിട്ടുണ്ട്. 10,75 നമുക്ക് 2014 2 വീൽ ഓട്ടോമാറ്റിക് 10,75,000 രൂപ. ഈ ഒരു കണ്ടീഷനിലാണ് ഇന്ന് വേണം നമുക്ക് വർക്ക് എടുത്തും കൊടുക്കാട്ടോ. കുറച്ച് വൃത്തിക്കുറവുണ്ട്. കൊണ്ടുപോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ബോഡിയൊക്കെ ഒരു വൃത്തിക്കുറവുണ്ട്. അടിച്ച് ക്ലീൻ ആക്കി തരുവാണെങ്കിൽ അതിന്റെ ചാർജ് എക്സ്ട്രാ വരും. അത്രേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ല. 4 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ അടിപൊളിയുണ്ട്. വേറെ പണി അങ്ങനത്തെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളില്ല. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയോട്ടന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാം, എടുക്കാം. 10,75,000 രൂപയ്ക്ക് 2014 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫോർച്യൂണർ ഇത് UP വണ്ടിയാണ്. ഇതിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകുന്ന എന്റെ വണ്ടി ഒരുപോലെ ഉണ്ട്. പറഞ്ഞോളൂ, എങ്ങനെ? നമുക്ക് UP, ഡൽഹി, ഹരിയാന അതാണല്ലോ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് 2015 ആണ്. 2015 2 വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇതും നമ്മള് ഇതിന്റെ ഓട്ടം എത്രയാ അങ്ങോട്ട് പറഞ്ഞേ? ഈ വണ്ടിക്ക് 2,40,000. 2,40,000 ജെന്യൂൻ സർവീസ് ഉണ്ട്. 2023 11 മാസം വരെ സർവീസ് ഉണ്ട്. കറക്റ്റ് 10 സർവീസ് ഉണ്ട്. ഇപ്പൊ പഴയമാരല്ല, എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കണുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയാലേ ആ കസ്റ്റമർക്ക് ചെക്ക് ഇൻ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ഗിയർ ബോക്സ്, എഞ്ചിൻ 2015 തന്നെയാണ് വണ്ടി. 2015 2 വീൽ ഓട്ടോമാറ്റിക്. ഇതും നമ്മളൊരു ഓഫറിന് കൊടുക്കും. എത്ര കൊടുക്കാം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് ഓർമ്മയുണ്ട്. ഇതിന് 2015 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരുന്നു. കറക്റ്റ് ഓർമ്മയില്ല. എത്ര? 12,65 നമ്മൾ കൊടുത്തത് അല്ലേ? ആ പ്രൈസിൽ ഒരു 10 രൂപ കൂടും. കളർ ഡിഫറൻസിലാണ്. വൈറ്റിലാണല്ലോ മാർക്കറ്റ്. അവിടെ എടുത്തോടുത്ത് കുറച്ച് കൂടിയതാണ്. 12,70,000 രൂപക്ക് നമുക്ക് കൊടുക്കാം.
1270 നമുക്ക് 1270 2015 ടൂ വീലർ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മെക്കാനിക്കലി ഇതും അടിപൊളി, മെക്കാനിക്കലൊക്കെ അടിപൊളി, ഒരു വർഷമല്ല. നമ്മൾ ഈ പറഞ്ഞ റേറ്റിനൊന്നും പോയി പാർട്ടിക്കാർ അന്വേഷിച്ചോട്ടെ. കേരളത്തിൽ നിന്നല്ല, ഇപ്പൊ ഡൽഹിയിൽ കിട്ടാത്ത പ്രൈസ് ആയിട്ടുണ്ട്. പ്രയാസമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിൽ പോകാം. അടുത്ത ഫോർച്യൂണർ ബ്ലാക്ക് ആണ്. ഇത് ഡൽഹിയാണ്. ഡൽഹി കെ വയൽ വരുന്നുള്ളൂ. എല്ല് കാണുമ്പോൾ കെ വരുന്നത്. പറയുള്ളൂ എങ്ങനെയാ? 2011 4x4 മാനുവൽ. 4x4 മാനുവൽ. 2011 4x4 മാനുവൽ. ഓട്ടോമാറ്റിക് ആണ്. ഇതുവരെ നമ്മൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 4x4 ആണ് വണ്ടി. 2,18,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ള ജനുവനാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതും നമ്മളൊരു ഓഫർ റേറ്റാ. ഓഫർ റേറ്റ് ഈ കണ്ടീഷനിൽ തന്നെ കണ്ടീഷനിൽ മൊത്തത്തില് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ വർക്ക് എടുക്കാൻ കാര്യങ്ങളുണ്ട്. ഇന്ന് 2015 മാർക്കറ്റിൽ എന്താണ് വില എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ഈ വണ്ടി 7,65,000 രൂപ കൊടുക്കാം. 7,65,000 രൂപ. അതായത് ഒരു ഇന്നോവന്റെ വില. ഈ ഇന്നോവന്റെ വില ഫോർച്യൂണർ സ്വന്തമാക്കാം. 4x4 മാനുവൽ. ഇനി അതെല്ലാം വർക്ക് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് 2 കൺവേർട്ട് ചെയ്താണെങ്കിൽ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ പരിപാടിയും കഴിച്ചു കൊടുക്കാം. ഓക്കെ. ഇന്നോവ എന്ന് വെച്ചാൽ റീനോവ അല്ല. പിടിക്കണ്ട. പക്ഷെ എല്ലാം അറിയാം. 2011 വണ്ടി ഒന്നും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൈസിനൊന്നും ഇന്ന് കേരളത്തിൽ ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഓക്കെ. നല്ല അടിപൊളി റേറ്റ് തന്നെയാണ്. 760 എന്ന് പറഞ്ഞാൽ 2011 വണ്ടി ഒന്നും പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട്. വർക്ക് എടുക്കാം. ഏകദേശം കൊണ്ടൊക്കെ മാറണം. എത്ര കോസ്റ്റ്? ഇത് കോസ്റ്റ് ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ 1 lakhന്റെ പുറത്തായിരുന്നു 11 ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വണ്ടി 86,000 രൂപ ചെയ്തിട്ടായിരുന്നു. 86,000 ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വിലക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ഓരോ വണ്ടി ഓരോ പർപ്പസിലാണ്. എന്നാൽ കൂടെ നിങ്ങൾക്കൊരു SUV വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ടൊയോട്ട ആയതുകൊണ്ട് പണികളിലേക്കൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലേ? ഓക്കെ, അങ്ങനത്തെ ഒരു രീതിക്ക് നിങ്ങൾക്കൊരു SUV വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു പുതിയൊരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേഞ്ച് വണ്ടി എടുക്കുന്ന പൈസക്ക് എടുക്കാൻ പറ്റും. പക്ഷെ രണ്ട് പർപ്പസാണ്. വെറുതെ കമ്പയർ ചെയ്യുന്നുള്ളൂ. റീവണ്ടി എന്ന് മാറി ഒരു ഒറിജിനൽ കേരള വന്നിരിക്കുകയാണ്. കേരള 55 തിരൂർ രജിസ്ട്രേഷനുള്ള ഓഡി A4 ആണ്. ബ്ലാക്ക് കളർ 2014 വണ്ടി. ഓക്കെ. എസ് ലൈന് മിഡിൽ വരുന്ന ടോപ്പ് ഏതായിരുന്നു ഇത്? ടോപ്പിൽ ഇതിൽ ഹൈലൈൻ. ഓക്കെ, ഹൈലൈൻ എസ് ലൈൻ. ലക്ഷറി ലൈൻ BMW. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ വണ്ടി 2014 ഒറിജിനൽ കേരളയാണ് വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ മാർക്കറ്റ് ഇപ്പം ആർക്കും OLX ഉള്ളതുകൊണ്ട് അടിച്ചു നോക്കിയാൽ കിട്ടും. നമ്മൾ ഓഫർ തന്നെ. നമുക്ക് എല്ലാ വണ്ടി ഇപ്രാവശ്യം ഓഫറാണ്. ലാസ്റ്റ് എന്താ ഉള്ള തീരണ്ടേ? നമ്മൾ വണ്ടി 12,95,000 രൂപ കൊടുക്കാം. 2014 ഓക്കെ. 12,95. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല. നല്ല അത്യാവശ്യം നല്ല 10-18 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഉറപ്പാണ് കിട്ടുന്നുണ്ട്. അതാണ് ഒരു പ്രീമിയം കാറിൽ ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട്. അതെ. മെയിൻ്റനൻസ് ഉണ്ടാവും. മെയിൻ്റനൻസ് നമ്മുടെ റെഗുലർ സർവീസ് ഓഡിയിൽ പ്രീമിയം വണ്ടിയിൽ ഓഡിയിൽ കുറച്ച് മെയിൻ്റനൻസ് കമ്മിയുള്ള വണ്ടി A4 ആണ്. A4 BM-ൽ 320 ബെൻസിൽ C ക്ലാസ് കാണിക്കണ്ട്. C ക്ലാസ് കാണിക്കണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ലോണ് ചാൻസ് ലോണ് കയറും. ഇതിന് നമുക്കൊരു ഇതൊക്കെ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഇറങ്ങാം. 14 വണ്ടി ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ എത്രയുണ്ട്? ഇത് 1,10,000. 1,10,000. 2014 വണ്ടി. ഒറിജിനൽ കേരള. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് ഇത്രയും രാജാക്കന്മാർ കൂടെ ഉണ്ട്. പക്ഷെ അധോലോകം MH ആണ്. MH C220D ആണ്. മെർസിഡസ് ബെൻസ് C220D 17-18 രജിസ്റ്റർ. വെടിക്കെട്ട് ഓഫർ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ബാക്കി കിലോമീറ്റർ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അവങ്കാടോ വണ്ടി 70,000 കിലോമീറ്റർ. 70,000. 17 മോഡൽ 18 രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ പറഞ്ഞോളൂ വില. പറഞ്ഞു കൊടുക്കാനുള്ള തീരുമാനം ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോ. നമുക്ക് ഈ വണ്ടിന്റെ പ്രൈസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാം യൂട്യൂബ് ചാനലും എല്ലാവർക്കും അറിയാനല്ലേ. 25 ലക്ഷം രൂപയുടെ വണ്ടിയുടെ വില. നമുക്ക് ഈ വണ്ടി ഒരു കാര്യം ചെയ്യാം, 22 ലക്ഷം രൂപ കൊടുക്കാം. 22 ലക്ഷത്തിന് 17 മോഡൽ 18 രജിസ്ട്രേഷൻ C220D നിങ്ങൾക്ക് സ്വന്തമാക്കാം. ന്യൂ ഷേപ്പ്. ഇത് കേരള വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് 40 മേലെ നോക്കിയാൽ മതി. 30 സംതിങ് വരുന്നുണ്ട്. എന്തായാലും 37-38 ആ റേറ്റിൽ എന്തായാലും വരുന്നുണ്ട്. 38 മതിയോ? 38 ചെയ്തൊരു വില വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഓരോ നമ്മൾ ഇവിടെ നമ്മൾ നോക്കണ്ടല്ലോ. ഇത് 17 മോഡൽ. 17 മോഡൽ അല്ലേ? 37-38 വരും അല്ലേ കേരള വണ്ടിയാകുമ്പോൾ? അതെ. ഓക്കെ. ഇതിപ്പോ 22 ലക്ഷം രൂപ. 22 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. C220. ഓക്കെ. ടിക്കറ്റ് ഓഫർ ആട്ടോ. ഇത് മാറിയാലും എത്ര വരും? ഒരു 30 6 ലക്ഷം രൂപ.
6 ലക്ഷം രൂപ മാറാൻ വരും. അത്രേ വരുന്നുള്ളൂ. 28 കേരള വണ്ടി ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം റുപ്യന്റെ മാറ്റം വന്നു കഴിഞ്ഞു. 8-10 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു കേരള വണ്ടിയായിട്ട് നോക്കുമ്പോൾ. അതെ അതെ, ഒന്നും നോക്കാൻ ഇതൊക്കെ നമ്മുടെ ടീം ടെക്കിന്റെ പ്രേക്ഷകർക്കുള്ള ഓഫറാണ്. ഓഫറാണ്. മരണം പ്രേക്ഷകർ പറയണം. അതെ അതെ അതെ, ഇതൊന്നും എല്ലാത്തിലും വില അതിൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പ്രശ്നമില്ല. ഒരു മേജർ ആക്സിഡന്റ് പോയിട്ട് ചെറിയൊരു ആക്സിഡന്റ് പോലും വണ്ടിയില്ല. ഒന്നുമില്ല. അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ന്യൂ ഷേപ്പ് ആണ്. രജിസ്ട്രേഷൻ. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതെ അതെ. ഓക്കെ, വീണ്ടും UP ഫോർച്യൂണർ. എങ്ങനെ മോഡല്? 2013 സെയിം. 2013 2 വീലർ ഓട്ടോമാറ്റിക്. സെയിം റേറ്റ് തന്നെയാ? സെയിം റേറ്റ് ആണ്. ഏതാണ്ട് നമ്മൾ 13 വണ്ടികളിൽ 1-2 വണ്ടി മാത്രമേ നമുക്ക് NOC എടുക്കാനുള്ളൂ. മറ്റുള്ള വണ്ടികളൊക്കെ NOC ഓൾറെഡി ഇഷ്യൂ ആയി കിടക്കുന്നതാണ്. KL84 KL10 KL55 മലപ്പുറം ജില്ലയിൽ തന്നെ 3 RTOകളിൽ ഏതാണ്ട് വണ്ടികളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്താൽ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. UP വണ്ടികളാകുമ്പോഴേ അവിടെ നമ്മൾ RTO പേസ്റ്റ് ചെയ്യാതെ RTO ഓണർ വന്ന് സൈൻ ചെയ്യണം. UP വണ്ടികൾ നമ്മുടെ അടുത്ത് കൂടുതലുള്ളത്. അപ്പോൾ UP വണ്ടികളാകുമ്പോൾ അവർ RTO ഒന്ന് സൈൻ ചെയ്യണം. RTOയിൽ ഓണർ ഒന്ന് സൈൻ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ എടുത്തു പോരുമ്പോൾ തന്നെ RTO കയറിയിട്ട് പേപ്പർ വർക്ക് തീർത്തിട്ടാ പോരാ. വേറെ പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനത്തെ വണ്ടി ഒന്നും വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു പണി പിന്നെ വരുമ്പോൾ പിന്നെ അവസാനം പേപ്പർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതെ അതെ, പെട്ടെന്ന് നമ്മൾ ഞാൻ പിന്നെ കൂടുതലും ഒരാൾക്ക് നമ്മൾ എന്തില്ല അവരുടെ പേർക്ക് NOC എടുത്തു കൊടുക്കുന്ന വണ്ടി മാത്രമേ നമ്മൾ അവർക്ക് ഡയറക്റ്റ് കൊടുക്കും. അല്ലാത്ത വണ്ടി ഇവിടുത്തെ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് അവരുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വിടുന്നത്. പിന്നെ കൂടുതലും ഇപ്പോൾ ലോണുകൾ നമ്മള് പ്രേക്ഷകർ ചിലപ്പോൾ ഡയറക്റ്റ് പോയി എടുക്കുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതെ അതെ, അവർക്കും കൂടി അറിയാൻ വേണ്ടി പറയാണ്. പേപ്പർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞൂടെ പറയാം. അതായത് ഒന്നുമില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു 2-3 മാസം മുന്നേ ഇവിടെ ഉണ്ടായൊരു സംഭവമാണ്. ഓൾറെഡി ഇപ്പോൾ ആ ടീം 200 വണ്ടിയോളം ഡൽഹിയിൽ നിന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. 200 വണ്ടി പോലും അവർ സെയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന നമ്മളൊരു പാർട്ടിൻ്റെ കയ്യിൽ, നമ്മളൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ പോലും ഒരു വണ്ടി അങ്ങനെ പെട്ടിട്ടുണ്ട്. അതായത് അവന്മാർ വണ്ടി അവിടെ നിന്ന് കൊടുക്കും, ലോണ് ക്ലോസ് ചെയ്ത വണ്ടി കൊടുക്കും. ഇപ്പോൾ വണ്ടിന് ഓണർ ലോൺ ക്ലോസ് ചെയ്യുക, അതൊരു ടീമാണ്, ഒരു ടീം വർക്കായിട്ട് ചെയ്യണം അവർ. ലോൺ ക്ലോസ് ചെയ്യുക, ലോൺ ക്ലോസ് ചെയ്തിട്ട് വണ്ടി കൊടുക്കുക. വണ്ടി അവിടെ നിന്ന് നോക്കുമ്പോൾ ഓക്കെ NOC ഇഷ്യൂ ഒക്കെ ആവും. NOC പെട്ടെന്ന് ഇഷ്യൂ ആവും. 3-4 ദിവസം കൊണ്ട് NOC ഇഷ്യൂ ആവും. NOC ഇഷ്യൂ ആയ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക. മനസ്സിലായോ? എന്നിട്ട് ആ വണ്ടിയിൽ പോകുന്ന 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് ആ NOC ക്ലോസ് ആവുക. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കുന്ന അറിയാൻ വേണ്ടി പറയാണ്. ഇതിലും നെഗറ്റീവ് കണ്ടെത്തുന്നവരോട് ഒന്നും പറയാനില്ല. ഇതിൽ നെഗറ്റീവ് കണ്ടെത്തിയിട്ട് പറയും നിങ്ങൾ കച്ചവടം കൂട്ടാനുള്ള മാർഗ്ഗമാണ്. അല്ല കേട്ടോ, സത്യമായിട്ടുമല്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ കസ്റ്റമർക്ക് ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കാനേ പറയുള്ളൂ. ഇത് ശ്രദ്ധിക്കാനേ പറയുന്ന ഒരു കേസാണ്. നിങ്ങൾ ഡയറക്റ്റ് പോയി എടുത്തോളൂ. നമ്മൾ പറയാം, നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ എടുത്തു കൊടുക്കുന്ന ആളാണ്. ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഡീസൻ്റ് ആയിട്ട് വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോരും. ഇവിടെ വരും, വണ്ടി ഇൻഷുറൻസ് NOC വരെ ഇഷ്യൂ ആവുന്നുണ്ട്. ഇഷ്യൂ ആയ വണ്ടിൻ്റെ NOC ക്യാൻസൽ ആവുക. ക്യാൻസൽ ആയി നോക്കുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേപ്പർ കട്ടിങ് കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ. ഓക്കെ, പിന്നെ അതായത് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. 200 വണ്ടിയാണ് അവരത് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി ഇവിടെ വരും, NOC തന്നെ ക്യാൻസൽ ആവും. നോക്കുമ്പോൾ വണ്ടിമ ഫൈനാൻസ്. നല്ല എളുപ്പമാണ്. അത് ബാങ്കുകാരും കൂടി തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് അവർ. NOC ഇഷ്യൂ ആയതിന് ശേഷം എന്താവും, ബാങ്കുകാർ നേരെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് കയറും. അപ്പോൾ വണ്ടിമേ ലോണുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു കേസ് ഇപ്പോൾ ഓൾറെഡി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന 200 കേസായി. എൻ്റെ ഫുൾ എല്ലാ ഡീറ്റെയിലിൻ്റെ കയ്യിലുണ്ട്. കേസ് അങ്ങനത്തെ പല തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാവും, ശ്രദ്ധിക്കുക. കേരളത്തിൽ തന്നെ 19ഓളം വണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വണ്ടി റിട്ടേൺ പോയി. അല്ല, നമ്മൾ മുന്നേ ചെയ്തൊരു ചാലക്കുടി ഷോറൂമുള്ള ഒരു ജോഫിൻ ചേട്ടൻ്റെ ഇതേപോലെ 3 വണ്ടി പേപ്പർ പെട്ടിട്ട് പുള്ളി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പെട്ടിട്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞേ, നമ്മൾ എന്ത് പോയാലും ഡയറക്റ്റ് പർച്ചേസ് അല്ലാത്തൊരു വണ്ടി ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മളെ വീഡിയോ ആണ്, ഞാൻ മറ്റന്നാളേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളാണ്. ഞാൻ തിരിച്ചു പോവാണ്. ഓൾറെഡി വണ്ടിക്ക് ടോക്കണൊക്കെ ചെയ്ത് വെച്ചത് ഡൽഹി തന്നെയാണ്. വീഡിയോ വണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങനെ സംഭവം ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ നിങ്ങളെ ഇൻഫർമേഷനിലേക്ക് പറഞ്ഞാണ്, വേറെ ഒന്നും ഉദ്ദേശിക്കില്ല. 11,25,000 ആണെങ്കിലും. അതെ, 11,25,000. 2013 2 വീലർ ഓട്ടോമാറ്റിക്. വേറെ പണികളൊന്നും ഇല്ല. ഇതെല്ലാം ഇത് 1,67,000. ഇതിന്റെ മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് മാറി കൊടുക്കാം. ഗ്ലാസ് അങ്ങനെ തന്നെ ഒരു ക്രാക്ക് ഉണ്ട്, നമുക്ക് മാറി കൊടുക്കാം കേട്ടോ. വേണേ നോക്കിയിട്ട് അത് മാറി കൊടുക്കാം. നമുക്ക് മാറേണ്ടി വരും. കാരണം വെച്ചാൽ അതിന്റെ ഒറിജിനൽ ഗ്ലാസ് ആണ്, 2013 ഗ്ലാസ് ആണ്. മാറേണ്ട ചാർജ് ഇതിൽ അല്ല, നമ്മൾ ചെയ്ത് കൊടുക്കും. 12,000 നമ്മൾ ചെയ്ത് കൊടുക്കാം.
വീണ്ടും UP രജിസ്ട്രേഷൻ തന്നെയാണ്. UP 14 കേരളാണെങ്കിൽ കാസർഗോഡ്. 2013 തന്നെ ഉണ്ട്. 2013 2 വീൽ ഓട്ടോമാറ്റിക്. 1,20,000 കിലോമീറ്ററാണ് മീറ്റർ ബോർഡിൽ കാണിക്കുന്നത്. ജെനുവിൻ ആണോ എന്ന് കറക്റ്റ് അറിയില്ല. 14 അത് അത്രേ ഉള്ളൂ, മാറ്റമൊന്നുമില്ല. ആ മാറ്റൊന്നുമില്ല. അത് നമ്മൾ സെയിം വണ്ടി 14 കിലോമീറ്റർ ഉറപ്പില്ല. 120 പക്ഷെ വണ്ടി മെക്കാനിക്കൽ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ നല്ല ബ്ലാക്ക് ഇന്റീരിയർ, നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സ് ഇവിടെ ഓൾമോസ്റ്റ് വണ്ടിക്ക് നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പല വണ്ടിക്ക് പറയാൻ വിട്ടുപോകുന്നുണ്ട്. ഫുൾ ബട്ടൺ ടയർ, ഫുൾ ബട്ടൺ ടയറും കാര്യങ്ങളും മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. നമ്മൾ അപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, എപ്പോഴും എല്ലാ വണ്ടിയിലും പറയുന്ന പോലെ വണ്ടിക്ക് 100% നമ്മൾ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, ടോട്ടലേഴ്സ്, ഫ്ലഡ് എപ്പോൾ കൊണ്ടുവന്നാലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. കിലോമീറ്റർ ഉറപ്പില്ലാത്ത അങ്ങനെ തന്നെ പറയും. അല്ലാത്ത ഇല്ല എന്ന് തന്നെ പറയും. ഇത് ഉറപ്പ് നമുക്കില്ല. 1.20 മീറ്റർ ബോർഡിൽ കാണിക്കുന്നത്. ഉറപ്പ് നമുക്കില്ല. വണ്ടി ഓക്കെയാണ്. അപ്പോൾ ഇതും 11,25,000. ഇത് ഇപ്പോൾ ലോട്ട് വന്നിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ മൊത്തത്തിൽ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് മറിച്ചുക്കാലോ. അടുത്ത ഡൽഹി ഫോർച്യൂണർ, ഡൽഹി 7 രജിസ്ട്രേഷൻ. ഇതും 2013 സെയിം വില നിങ്ങൾ പറഞ്ഞൂടെ? 11,25,000. കിലോമീറ്റർ എത്രയാ? ഇത് കാണിക്കുന്ന 1.19. ജെനുവിൻ ഒന്നല്ല. ഇത് ഉറപ്പില്ല, ജെനുവിൻ ഇല്ല. എന്തായാലും ഇതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 1.82. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. പറയാൻ നല്ല 2 വീൽ ഓട്ടോമാറ്റിക്, എല്ലാം 2 വീൽ ഓട്ടോമാറ്റിക്. 14 വിലയുള്ള 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. 14 ഓട്ടോമാറ്റിക് 2013. അതെ, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി എല്ലാം ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. വേറെ എന്തെങ്കിലും വർക്ക് എടുക്കാനുണ്ടെങ്കിൽ പറയണേ. വർക്ക് എടുക്കാനൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. അടുത്ത ഫോർച്യൂണർ ആണ്. ഇതും UP രജിസ്ട്രേഷനിൽ തന്നെയാണ്. NOC ഒന്നും എടുത്തില്ലല്ലോ? ഉണ്ട്. എവിടെയൊക്കെ ആയത്? മലപ്പുറം കൊണ്ടോടി 84 കേരള 84 രജിസ്ട്രേഷൻ ആയി. ഇതും 2013. 2 വീൽ ഓട്ടോമാറ്റിക്കാ. 11,25,000 ചോദിക്കുന്ന ഫൈനൽ റേറ്റ് ആണ്. സോറി, ഫൈനൽ റേറ്റ് ആണ്. 11,25,000 സ്വന്തമാക്കാം. ഓട്ടോ എത്രയുണ്ട്? ഇത് 2,10,000. കറക്റ്റ് ആണോ? ജെനുവിൻ ഓട്ടോ ആണല്ലേ? സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. എല്ലാം ഉണ്ട്, പ്രോപ്പർ ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഫോർച്യൂണർ, ഇതിലാകെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇതിന്റെ കളർ മാത്രമേ മാറ്റുള്ളൂ. ബാക്കി നേരത്തെ പറഞ്ഞൊക്കെ സെയിം ആണ്. 2013 2 വീൽ ഓട്ടോമാറ്റിക്. 11,25,000 ആസ്കിങ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1.30 കാണിക്കുന്നത്. ഉറപ്പില്ല, ജെനുവിൻ അല്ല. മീറ്ററിൽ കാണിക്കുന്നതാണ്. ജെനുവിൻ ആ സാധ്യതയില്ല. 1,30,000. പക്ഷെ വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒക്കെ ഒരു വില ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഹരിയാന വണ്ടി പിടിച്ചേക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ചേഞ്ച്. ഹരിയാന രജിസ്ട്രേഷൻ ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്. അല്ല, ഇത് മോഡൽ മാറ്റേണ്ടതുണ്ട്. എത്രയാ? ഇത് 2014. ഭാഗ്യം. 14 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2014 2 വീൽ ഓട്ടോമാറ്റിക്. ഫുൾ ബട്ടൺ ടയേഴ്സ് ഉണ്ട്. ഫുൾ ബട്ടൺ ടയേഴ്സ്, പുതിയ ഇൻഷുറൻസ്, ഫുള്ള് ഇത് മൊത്തം ടോട്ടലി നമ്മൾ വൃത്തിക്ക് വർക്ക് എടുത്തോണ്ട്. ഇത് ഫുള്ള് പെയിന്റിംഗ് എല്ലാം, ഫുള്ള് ടച്ചിങ്ങും പോളിഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വൃത്തിക്ക്. NOC എടുത്തിട്ടില്ല. 6 പേർക്ക് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാം. 1,86,000 കിലോമീറ്റർ ജെനുവിൻ സർവീസാണ്. സ്മോള് മേജർ പോയിട്ട് സ്മോൾ പോലും ഇല്ല. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫുൾ ക്വാളിറ്റി ഉണ്ട്, അടിപൊളി ഉണ്ട്. പ്രൈസ് നമ്മൾ വലിയ മാറ്റമൊന്നുമില്ല. 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 12,25,000 ഒരു മോഡൽ കൂടി, ഒരു വർഷം കൂടി. അതെ, അത്രേ ഉള്ളൂ. പക്ഷേ ഫുൾ ക്ലീൻ ചെയ്ത വണ്ടിയാണ്. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞാൽ അടിപൊളി വാഹനമാണ്. അതെ, ഫുൾ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഫോർച്യൂണർ കാണിച്ച് മടുത്ത് നമ്മൾ വേറെ ഏതൊരു വണ്ടി നമുക്ക് പോയല്ലോ. അതാ മാറ്റി പിടിക്കണം, ഞാനും പറയാൻ നോക്കരുത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ മാറ്റി പിടിച്ചു. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ട സിറ്റി. ഒരു ഡീസൽ ഹോണ്ട സിറ്റിയാണ്. KL 55 രജിസ്ട്രേഷൻ ആയത്. അതെ, KL 55 രജിസ്ട്രേഷൻ വന്ന 2018 മോഡൽ V വേരിയന്റിൽ വരുന്ന വണ്ടി. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് V ആണ്. അതിന്റെ മേലെ VX ZX ഉണ്ട്. പക്ഷേ സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. ഇതിലൊന്നും സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. അലോയ്സും എല്ലാം വരുന്നുണ്ട്. ഡീസലാണ്. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്. 23 കിലോമീറ്റർ മൈലേജ് ആ റേഞ്ചിൽ മേലേക്കാണ് കിട്ടും. അതെ. ഓക്കെ, നീറ്റ് ആണല്ലോ.
നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ടച്ചപ്പ് കയറിയുണ്ട് അല്ലേ? ചെറുതായിട്ട് ടച്ചപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നീറ്റാണ്. ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നീറ്റാണ്. നീറ്റാണ്. ഓക്കെ. അത് പിന്നെ ബോംബെ രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ബോംബെ രജിസ്ട്രേഷൻ. പിന്നെ എന്തായാലും ആ ടച്ചപ്പ് അടി പരിക്കൊന്നുമില്ല. ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിക്ക് വർക്ക് എടുത്ത് നല്ല വണ്ടി നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. അത് പിന്നെ എവിടെയും കൊണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്തോട്ടോ, അവരൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടിയല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഹെഡ്ലൈറ്റ് വരെ മങ്ങി കിടക്കാം. ഹെഡ്ലൈറ്റ് വരെ കുറച്ച് നേരം മങ്ങി കിടക്കാം. നമ്മൾ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത്. എവിടെ കിട്ടാത്ത പ്രൈസിൽ നമ്മൾ കൊടുക്കുക. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 7,55,000 രൂപ കൊടുക്കാം. 7.5 ലക്ഷം. ഇപ്പൊ കേരള വണ്ടി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. കേരള നമ്പർ ആക്കിയതാണ്. ഏതായാലും 7,55,000 രൂപയ്ക്ക് 2018 വി ഓപ്ഷൻ ഡീസൽ. അതെ. സിറ്റി ഹോണ്ട സിറ്റി പെട്ടെന്ന് പറഞ്ഞു. ഹോണ്ട സിറ്റി അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിൽ ലോൺ എത്ര തരാൻ ചാൻസ് ഉണ്ട്? ഇത് ഫുള്ളും ലോൺ. ഫുൾ കിട്ടും. ഫുൾ ലോൺ ഒന്നും ചെയ്യണ്ട. വരിക, പ്രൊഫൈൽ കൊടുക്കുക, എടുത്തു പോവുക. അതായത് സിവിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. അല്ലാതെ ഇതുവരെ ലോൺ എടുക്കാത്ത ആളാണെങ്കിൽ കൂടെ ലോൺ കിട്ടും. ഓക്കെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും അവസാനിപ്പിക്കുകയാണ്. ഫോർച്യൂണർ കണ്ടുപടുത്തു. ഇനി നമുക്ക് ക്രിസ്റ്റകൾ കാണണം. അതെപ്പോഴാണ് വരിക? അത് എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ? അതാണ് ഫ്രീ അല്ല പോയി. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. ഇന്നോവന്റെ വേറെ വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം ചെയ്യണം നമുക്ക്. ഇതിന്റെ വില ഒന്നും ഇപ്പൊ പുറത്ത് പറയാറ്? ഒന്നും പറയുന്നില്ല. എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. പണിയൊന്നും കഴിഞ്ഞില്ല. ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുള്ളൂ. ഒരു സ്പെഷ്യൽ എപ്പിസോഡിലെ വണ്ടികളുണ്ട് നമുക്ക്. ഒരു 9 വണ്ടി. നമുക്കപ്പോ കാണിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുള്ളൂ. അതിന്റെ കാരണം കൂടെ കമന്റിൽ മെൻഷൻ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. താങ്ക് യു. ഓക്കെ.